Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. Exercise 5. Show that the function f defined by f of x equal to x by root of x square plus 1, x belongs to R, is a bijection of R onto the set of all y such that minus 1 less than y less than 1. നമുക്കൊരു ഫംഗ്ഷൻ f of x തന്നിട്ടുണ്ട്. f of x equal to x by root of x square plus 1. ഓക്കെ, x എന്നുള്ളത് റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഫംഗ്ഷൻ R എന്നുള്ള സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്, അതായത് 1 ആണെന്ന് പ്രൂവ് ചെയ്യും. അതേപോലെ സർജക്റ്റീവ് ആണ്, അതായത് O2 ആണെന്ന് പ്രൂവ് ചെയ്യും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇൻജക്റ്റീവ് അതായത് 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. 1ന്റെ മീനിങ് ഇതാണ്. നമ്മൾ ഫംഗ്ഷൻ f of x തന്നു കഴിഞ്ഞാൽ f of a equal to f of b എന്ന് എടുക്കും. എന്നിട്ട് a equal to b എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് ഇമേജുകൾ സെയിം ആണെങ്കിൽ പോയിന്റ്സ് സെയിം ആയിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യാം, f of a equal to f of b എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ f of a എന്ന് പറയുമ്പോൾ f of a ആണെങ്കിൽ a by root of a square plus 1. അത് നമ്മൾ ഇവിടെ എഴുതി. f of b ആണെങ്കിൽ b by root of b square plus 1. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അവിടെ a സ്ക്വയറും b സ്ക്വയറും വരും. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ടും അവിടെ നിന്ന് പോകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ a സ്ക്വയർ ഇൻറ്റു b സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു b സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ പ്ലസ് 1. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, a സ്ക്വയർ b സ്ക്വയർ ഓക്കെ പ്ലസ് a സ്ക്വയർ ഇൻറ്റു 1 a സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇൻറ്റു 1 b സ്ക്വയർ. ഓക്കെ, നോക്കൂ, ഇവിടെ a സ്ക്വയർ b സ്ക്വയർ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് a സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് ഫൈനലി കിട്ടിയത് a സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ എന്നാണ്. നമുക്ക് ഇതിന്ന് a ഈക്വൽ ടു b എന്ന് നമുക്ക് എപ്പോഴും എഴുതാൻ പാടില്ല. എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും റൂട്ട് എടുത്തിട്ട് a ഈക്വൽ ടു b എന്ന് എപ്പോഴും നമുക്ക് എഴുതാൻ പാടില്ല. ഈ കേസിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് f of a ഈക്വൽ ടു f of b എന്നായിരുന്നു. സോ f of a ന്റെയും f of b ന്റെയും ഡെഫിനിഷൻസ് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, both sides have the same sign. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും സെയിം സൈൻ ആയിരിക്കും. അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ പോസിറ്റീവ്. നോക്കൂ, ഇത് റൂട്ടിനകത്ത് ഒരു നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇവിടെ a 0 ആണെങ്കിൽ ഈ നമ്പർ മൊത്തം 0 ആയി പോകും. b 0 ആണെങ്കിൽ ഈ നമ്പർ മൊത്തം 0 ആയി പോകും. ഇനി a യും b എന്താണ്, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് നമ്പറും ആയിക്കോട്ടെ, ഈ റൂട്ടിനകത്തുള്ള ഈ നമ്പർ അത് ഒരു സ്ക്വയർ ആണ്. അപ്പൊ എപ്പോഴും 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായാലും അത് പോസിറ്റീവ് ആയി. അപ്പൊ ഈ റൂട്ടിനകത്തുള്ള ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണ്, ഈ ക്വാണ്ടിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിന്റെ രണ്ടിന്റെയും സൈൻ എന്താണ്, പ്ലസ് ആണ്, രണ്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസ് ഈക്വൽ ആവണമെങ്കിൽ എന്റെയും ബിന്റെയും സൈൻ എന്തായിരിക്കണം, സെയിം സൈൻ ആയിരിക്കണം. എ പോസിറ്റീവ് ആണെങ്കിൽ ബി പോസിറ്റീവ് ആയിരിക്കണം, എ നെഗറ്റീവ് ആണെങ്കിൽ ബി നെഗറ്റീവ് ആയിരിക്കണം. അതാണ് ഇവിടെ സെയിം സൈൻ എന്നുള്ള മീനിങ്. അപ്പൊ a ഈക്വൽ ടു b എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്റെയും ബിന്റെയും സൈന് സെയിം ആണെങ്കിൽ a സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ ആണെങ്കിൽ മീനിങ് എന്താണ്, സൈന് സെയിം ആണെങ്കിൽ a യും b എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫംഗ്ഷൻ സർജക്റ്റീവ് ആണ്, അതായത് ഓൺ ടു ആണെന്നാണ്. ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ മെത്തേഡ് ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f r-ന്ന് -1 1ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. നമ്മൾ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു y നെ ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഏത് y എന്നുള്ള നമ്പർ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സെറ്റിൽ നിന്ന് നമുക്കൊരു x നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ആ നമ്പറിന്റെ ഇമേജ്, അതായത് x ന്റെ ഇമേജ് f of x എന്തായിരിക്കണം, ഈ y ക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, ഫോർ എവറി y ബിലോങ്സ് ടു -1 1, നമ്മൾ ഈ -1 എന്നുള്ള ഏത് y എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, നമുക്കൊരു x റിയൽ നമ്പറിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം, y ഈക്വൽ ടു f of x എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ y ഈക്വൽ ടു f of x ന്റെ മീനിങ് എന്താണ്, നോക്കൂ, y ഈക്വൽ ടു f of x എന്ന് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ x ബൈ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 1. ഇത് നമുക്ക് x ഈക്വൽ ടു എന്നുള്ള ടേംസിലേക്ക് മാറ്റി എഴുതാം. നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്യുന്ന രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. സോ ഇവിടെ y സ്ക്വയർ ആയി, ഇവിടെ x സ്ക്വയർ ആയി, ഇവിടെ റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ
ആ റൂട്ട് പോവും. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. നോക്കൂ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ സ്ക്വയർ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 വൈ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് സൈഡിലെ എക്സ് സ്ക്വയർ. ഇത് സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ വൈ സ്ക്വയറിനെ ഇവിടെ കീപ്പ് ചെയ്യാം, ഇവിടെ എക്സ് സ്ക്വയറിനെ ഇവിടെ കീപ്പ് ചെയ്യാം. ഈ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് ഇതിന് തല തിരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈ റൈറ്റ് സൈഡ് ആദ്യം ലെഫ്റ്റ് സൈഡിൽ എഴുതി. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ എഴുതി. ഓക്കെ, ആ ഇക്വേഷൻ ആണ്. നോക്കൂ, ഇനി ഇതിൽ രണ്ടിലും എക്സ് സ്ക്വയർ കോമൺ ആണ്, എക്സ് സ്ക്വയർ കോമൺ ആണ്. ആ എക്സ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ. ഈ ഒരു സ്റ്റെപ്പാണ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നോക്കൂ, നമ്മുടെ വൈന്റെ വാല്യൂ -1ന്റെയും 1ന്റെയും ഇടയ്ക്കല്ലേ. അപ്പൊ 1 മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഈ 1 മൈനസ് വൈ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് 0 ഉള്ള നമ്പർ ആവരുത്. 0 നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. സോ ഈ നമ്പർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിനെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കൂ, എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ. ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. സോ എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, വൈ സ്ക്വയറിന്റെ റൂട്ട് വൈ, ഇതിന്റെ റൂട്ട് വരുമ്പോൾ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ. സോ എക്സിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്, വൈ ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ നമ്മൾ ഏത് വൈ എന്നുള്ള നമ്പർ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സിന്റെ ഫോം എന്ത് ഫോമിലായിരിക്കും എക്സ് കിട്ടുന്നത്, എക്സ് ഈക്വൽ ടു വൈ ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ ഫോമിലായിരിക്കും. സോ അങ്ങനത്തെ ഒരു എക്സ് നമുക്ക് കിട്ടി. സോ എന്താണ് ഫംഗ്ഷൻ, എന്താണ്, ഓൺ ടു ആണ്. ഇനി നമുക്കത് വെരിഫൈ ചെയ്യും കൂടെ ചെയ്യണം. സോ നമുക്ക് കിട്ടിയ എക്സ് വാല്യൂ അത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ വൈ ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ എക്സിന് ഇവിടെ നമ്മൾ കൊടുത്തു. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ്, വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പൊ നോക്കൂ, എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സിനെ മേലെ എഴുതുക, പിന്നെ താഴെ റൂട്ട് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ചെയ്തിട്ട് പ്ലസ് 1 ആഡ് ചെയ്യുക. അപ്പൊ നോക്കൂ, എഫ് ഓഫ് ഇത് വന്ന മീനിങ് എന്താണ്, മേലെ ഇതേ ടേം നമ്മൾ അതേപോലെ എഴുതുക, താഴെ റൂട്ട് എടുത്തിട്ട് ഈ നമ്പറിന്റെ സ്ക്വയർ എടുത്തു, എന്നിട്ട് പ്ലസ് 1 ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഡിനോമിനേറ്റർ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, ഇതിന് നമുക്ക് ഈ 1 മൈനസ് വൈ സ്ക്വയറിന്റെ റൂട്ടും 1 മൈനസ് വൈ സ്ക്വയർ റൂട്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് y ബൈ 1 എന്നാണ് കിട്ടുക. y ബൈ 1 എന്ന് പറയുമ്പോൾ y എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന കണ്ടീഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്തു, ഈ എക്സ് സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്.